നമസ്കാരം. യാത്രാ ലഹരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് പഞ്ചാബിലേക്കാണ്. പഞ്ചാബിലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാനുണ്ട്. മാതൃഭൂമി യാത്രാ മാഗസിൻ ഏപ്രിലൊക്കെ നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ഫാഗിലി ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നവരൊക്കെ വായിച്ചിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പഞ്ചാബിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും യാത്രകളുടെ ഈ ലഹരിയിലേക്ക് പ്രത്യേക ഉത്സവം. ഹിമാചൽ പ്രദേശിൽ നിന്നും പഞ്ചാബിലെ അമൃത്സറിലേക്കാണ് ഈ യാത്ര. അമൃത്സറിലെ സുവർണ ക്ഷേത്രമാണ് ലക്ഷ്യമെങ്കിലും അമൃത്സറിൽ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള ചബാൽ എന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോകുന്നത്. എൻ്റെ സുഹൃത്തായ ഫാദർ അരുണിനെ കാണുകയാണ് ലക്ഷ്യം. ഞങ്ങൾ പഞ്ചാബിലെത്തിയപ്പോൾ കർഷക സമരം രൂക്ഷമായിരുന്നു. വഴിതടയൽ മൂലം വാഹനങ്ങളൊന്നും കിട്ടാതായതോടെ ഫാദർ അയച്ച വണ്ടിയിലാണ് ഞങ്ങൾ ചബാലിലെത്തിയത്. പലയിടത്തും പ്രക്ഷോഭകർ വഴി തടയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ സുരക്ഷിതമായി അവിടെ എത്തിക്കാൻ അച്ഛൻ കാണിച്ച കരുതലിന് നന്ദി പറയാതിരിക്കാനാവില്ല. ഇതാണ് ചബാലിലെ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂൾ. വിശാലമായ കടുകുപാടത്തിന് നടുവിലാണ് ഈ സ്കൂൾ. മലയാളിയായ ഫാദർ ബിബിൻ എബ്രഹാം OSH ആണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ. എൻ്റെ സുഹൃത്തായ ഫാദർ അരുൺ പുറത്തേറ്റ് OSH ആണ് ഈ സ്കൂളിലെ ഡയറക്ടർ. അമൃത്സർ സിറ്റിയിൽ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള ചബാൽ പട്ടണത്തിലാണ് ഈ സ്കൂൾ. തുടങ്ങിയിട്ട് വെറും 4 വർഷമേ ആയുള്ളൂവെങ്കിലും തരൻ താരൻ ജില്ലയിലെ മികച്ച സ്കൂളുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇത്. ഇതാണ് ഫാദർ അരുൺ പുറത്തേട്ട്. ഒരു വൈദികൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് ഇദ്ദേഹം. ഇത് എൻ്റെ സുഹൃത്തായതുകൊണ്ട് മാത്രം പറയുന്നതല്ല. സ്കൂളിൽ നിന്നും 8 കിലോമീറ്റർ അകലെ ബോജ്യൻ എന്ന ഗ്രാമത്തിലാണ് അച്ഛൻ താമസിക്കുന്നത്. വിശാലമായ കടുകുപാടത്തിന് നടുവിലാണ് അച്ഛൻ്റെ താമസ സ്ഥലം. ഇതാണ് അച്ഛൻ്റെ താമസ സ്ഥലം. അച്ഛനെ കൂടാതെ ബ്രദർ സിബിനാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. വീടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഗോതമ്പ് പാടങ്ങളും പൂത്തൊളിഞ്ഞു നിൽക്കുന്ന കടുകുപാടങ്ങളും. ഒരു ദിവസത്തിൻ്റെ പകുതി മാത്രമാണ് ഈ ഗ്രാമത്തിൽ എനിക്കുള്ളത്. നാളെ രാവിലെയാണ് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവേണ്ടത്. അതിനു മുൻപ് ഇന്ന് ഗ്രാമത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താനേ സമയമുള്ളൂ. മനോഹരമായ ഗ്രാമമാണ് ബോജ്യൻ. ഗ്രാമത്തിൽ നിന്നും 25 കിലോമീറ്റർ അകലെയാണ് ഇന്ത്യൻ അതിർത്തി. അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര. രണ്ട് ബൈക്കുകളിലായിട്ടാണ് ഞങ്ങളുടെ യാത്ര. അച്ഛന് വൈകിട്ട് പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ പോകുന്നതിന് മുൻപ് ബൈക്ക് തിരിച്ചെത്തിക്കണം എന്ന കണ്ടീഷനിലാണ് ബൈക്ക് തന്നിരിക്കുന്നത്. ഞാനും സിബിൻ ബ്രദറും ഒരു ബൈക്കിലും ഫാരിസ് മറ്റൊരു ബൈക്കിലുമായാണ് യാത്ര. ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത ആളാണ് ബ്രദർ സിബിൻ. അതുകൊണ്ട് തന്നെ കാണിക്കുന്നില്ല. പഞ്ചാബിലെ കൃഷിയിടങ്ങളിലൂടെ ഗ്രാമക്കാഴ്ചകൾ കണ്ടൊരു യാത്ര നല്ലൊരു അനുഭവമായിരുന്നു. ഇന്ത്യയുടെ ധാന്യ കലവറയാണ് പഞ്ചാബ്. വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നാണ് പഞ്ചാബ്. പക്ഷേ ഈ സംസ്ഥാനത്തിൻ്റെ 80% പ്രദേശവും കൃഷിഭൂമിയാണ്. പഞ്ചാബിലെ കൃഷിയിടങ്ങൾക്ക് ഓരോ സീസണിലും ഓരോ നിറമാണ്. വിമാനയാത്രയിലാണ് അത് കൂടുതലും വ്യക്തമാവുക. സേക്രഡ് ഹാർട്ട് സ്കൂളിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം.
അരുണാച്ചൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു കക്ഷി. അതിർത്തിയിലേക്കുള്ള വഴി കാണിക്കാനായി ഞങ്ങൾക്ക് വേണ്ടി ഒരു സർദാർജിയെ അദ്ദേഹം ഏർപ്പാട് ചെയ്തു തന്നു. അതിർത്തിയുടെ അടുത്തുള്ള ഗ്രാമത്തിലാണ് ഈ സർദാർജിയുടെയും വീട്. അങ്ങനെ ഞങ്ങൾക്കൊപ്പം അയാളും ചേർന്നു. അതിർത്തിയിലേക്ക് അടുക്കുമ്പോൾ ബങ്കറുകളും കിടങ്ങുകളുമെല്ലാം കണ്ടു തുടങ്ങും. ക്യാമറ ഉപയോഗിക്കാൻ നിയന്ത്രണമുള്ളതുകൊണ്ട് എല്ലാം ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ക്ഷമിക്കുക. ഇതിനു മുൻപ് ലഡാക്കിലും അരുണാചലിലും ഇന്ത്യൻ അതിർത്തിയിലേക്ക് പോയിട്ടുണ്ട്. നാളെ ഗോൾഡൻ ടെമ്പിൾ കണ്ട ശേഷം വാഗാ ബോർഡറിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ആ കാണുന്ന പാടത്തിനപ്പുറമാണ് ഇന്ത്യൻ അതിർത്തി. ആർമി പോസ്റ്റുകളും അതിർത്തി വേലിയും എല്ലാം കാണാം. അതിർത്തിയുടെ ദൃശ്യങ്ങളെല്ലാം കുറച്ചുകൂടി അടുത്തുപോയി ചിത്രീകരിക്കണമെന്നുണ്ട്. പക്ഷേ വെടികൊണ്ട് ചാവേണ്ട എന്ന് കരുതിയാണ് അതിന് മുതിരാതിരുന്നത്. ചബാലിൽ നിന്നും പാകിസ്ഥാനിലെ ലാഹോറിലേക്കുള്ള ദൂരം വെറും 41 കിലോമീറ്റർ മാത്രമാണ്. പഞ്ചാബ് എന്ന പേരിൽ പാകിസ്ഥാനിലും ഒരു പ്രവിശ്യയുണ്ട്. ഇവിടെ ബങ്കറുകളും കിടങ്ങുകളും ധാരാളം കനാലുകളുമുണ്ട്. ശത്രുപക്ഷത്ത് നിന്ന് ഒരു കടന്നുകയറ്റം ഉണ്ടായാൽ നിമിഷ നേരം കൊണ്ട് ഈ കനാലുകൾ മലിനജലം കൊണ്ട് നിറയുന്ന രീതിയിലാണ് അവയുടെ നിർമ്മാണം എന്നാണ് സർദാർജി പറഞ്ഞത്. കാഴ്ചകൾ കണ്ടു നിൽക്കെ അച്ഛൻ്റെ ഫോൺ വിളിയെത്തി. പള്ളിയിലേക്ക് പോകാൻ സമയമായതിനാൽ ഞങ്ങളെ കാത്തിരിക്കുകയാണ് അച്ഛൻ. സർദാർജിയെ അയാളുടെ ഗ്രാമത്തിൽ ഇറക്കി വിട്ടിട്ട് പിന്നെ ഒറ്റ വിടലായിരുന്നു. അഞ്ച് നദികളുടെ നാട് എന്നർത്ഥത്തിലാണ് പഞ്ചാബ് അറിയപ്പെടുന്നത്. സത്ലജ്, രവി, ബിയാസ്, ഝലം നദി, ജിനാബ് എന്നിവയാണ് പ്രധാനപ്പെട്ട 5 നദികൾ. അച്ഛൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇത്. കുർബാനയ്ക്കുള്ള സമയമായതിനാൽ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു അച്ഛൻ. ബോജിയൻ ഗ്രാമത്തിലെ സെന്റ് റീത്ത ദേവാലയത്തിലെ വികാരിയാണ് ഫാദർ അരുൺ. 191 കുടുംബങ്ങളാണ് ഈ ഇടവകയിലുള്ളത്. പള്ളിയിൽ പോവാത്ത തന്നെ ബൈക്കിൽ കെട്ടിവെച്ചിട്ടാണ് അച്ഛൻ്റെ യാത്ര. പഠിച്ച പണി 18 നോക്കിയിട്ടും എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. വഴിയിൽ കാണുന്ന ഓരോരുത്തരോടും വിശേഷങ്ങൾ തിരക്കിയും പള്ളിയിലേക്ക് ക്ഷണിച്ചുമാണ് അച്ഛൻ്റെ യാത്ര. ഗ്രാമത്തിലുള്ളവർക്ക് അച്ഛനോടുള്ള ബഹുമാനം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. ഇതാണ് സെന്റ് റീത്ത ദേവാലയം. ശരിക്കും ഇതൊരു സ്കൂളാണ്. സ്കൂളിൻ്റെ മുകൾ നില ദേവാലയമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. ജലന്ധർ രൂപതയ്ക്ക് കീഴിലുള്ളതാണ് ഈ ഇടവക. പഞ്ചാബിലെ യുവാക്കളിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന പ്രശ്നങ്ങളും കൂടുതലാണ് ഇവിടെ. പക്ഷേ ഈ ഗ്രാമത്തിൽ ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും ഏത് പാതിരാത്രിയിലും അത് പരിഹരിക്കാൻ അച്ഛൻ മുൻപിലുണ്ടാവും. അതുതന്നെയാണ് അച്ഛന് നാട്ടുകാർ നൽകുന്ന ബഹുമാനത്തിൻ്റെ കാരണവും. തണുപ്പ് കാലത്ത്, പ്രത്യേകിച്ചും ആഴ്ചയിലെ ഈ ഇടദിവസത്തിൽ വൈകിട്ട് പള്ളിയിലേക്ക് ആര് വരാനാണ് എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. തുടക്കത്തിൽ ആളുകൾ കുറവായിരുന്നെങ്കിലും കുർബാനയ്ക്ക് ശേഷമുള്ള കുരിശിൻ്റെ വഴി എത്തിയതോടെ പള്ളിയിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞു.
മറ്റൊരു കാര്യം, കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛൻ മൈക്കിലൂടെ എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി എന്നതാണ്. അതിൻ്റെ അനന്തരഫലം പിറ്റേന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത്. രാവിലത്തെ കാഴ്ചയാണ് ഇത്. മൂടൽ മഞ്ഞിൽ മുങ്ങിക്കിടക്കുകയാണ് ഗ്രാമം. അച്ഛനും സിബിൻ ബ്രദറും രാവിലെ തന്നെ കുർബാനയ്ക്കായി പള്ളിയിലേക്ക് പോയി. ഫാരിസ് കൂർക്കമ്പള്ളി ചുരക്കമാണ്. താമസ സ്ഥലത്ത് നിന്നും 2 കിലോമീറ്ററാണ് പള്ളിയിലേക്കുള്ള ദൂരം. ഞാൻ നടന്ന് പള്ളിയിലേക്ക് എത്തിക്കൊള്ളാം എന്നാണ് അച്ഛനോട് പറഞ്ഞത്. കൃഷിക്ക് ഏറ്റവും പ്രാമുഖ്യം നൽകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് പഞ്ചാബ്. ഗോതമ്പ്, നെല്ല്, ചോളം, കടല എന്നിവയാണ് പ്രധാന കൃഷി. ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ ഓരോരുത്തരായി വന്ന് പരിചയപ്പെടാൻ തുടങ്ങി. എനിക്ക് ആരെയും പരിചയമില്ലെങ്കിലും ഇവരെല്ലാം തലേന്ന് പള്ളിയിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചത് 3 വീട്ടുകാരാണ്. 3 പേർക്കും അവരുടെ വീട്ടിൽ നിന്ന് ചായ കുടിക്കണം എന്നായിരുന്നു നിർബന്ധം. കൺഫ്യൂഷനിലായ ഞാൻ ആദ്യം കണ്ട വീട്ടിലേക്ക് കയറി. വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അച്ഛൻ വിളിച്ചത്. കുർബാന കഴിഞ്ഞിട്ടും എന്നെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങിയതാണ് കക്ഷി. വീടിൻ്റെ അടയാളങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സിബിൻ ബ്രദർ അവിടേക്ക് എത്തി. മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റം. എല്ലാവർക്കും സ്നേഹം മാത്രം. മറ്റൊരിക്കൽ വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. അങ്ങനെ സിബിൻ ബ്രദറിനൊപ്പം മടക്കയാത്ര. ഇന്നെനിക്ക് തിരക്കേറിയ ദിവസമാണ്. ആദ്യം ഗോൾഡൻ ടെമ്പിളിലേക്കും അവിടെ നിന്നും ജാലിയൻ വാലാബാഗിലേക്കും പിന്നീട് വാഗ ബോർഡറിലേക്കുമാണ് ഇന്ന് പോവേണ്ടത്. വീട്ടിലെത്തി ഫ്രഷായി ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. അച്ഛൻ്റെ ബൈക്കിലാണ് ഞാനും ഫാരിസും കൂടെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പുറപ്പെട്ടത്. ജാതിമത വർഗ വ്യത്യാസങ്ങളില്ലാതെ ആർക്കും സന്ദർശിക്കാവുന്ന ഒന്നാണ് സുവർണക്ഷേത്രം എന്നറിയപ്പെടുന്ന ഹർമന്ദിർ സാഹിബ്. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഇത്. എപ്പോഴും വെള്ളമൊഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പടികളിൽ കാൽ കഴുകി ശുദ്ധിയാക്കി വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ചെരുപ്പുകളും ഷൂസുകളുമെല്ലാം സൂക്ഷിക്കാൻ പുറത്ത് ഒരുപാട് കൗണ്ടറുകളുണ്ട്. സിഖുകാരുടെ മഹത്വത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും പ്രതീകമാണ് ഈ ക്ഷേത്രം. സിഖ് ഗുരുദ്വാരകളിൽ ഏറ്റവും പ്രഥമവും വിശുദ്ധവുമാണ് ഇത്. ജാതിമത വ്യത്യാസമില്ലാതെ ആർക്കും കടന്നു വരാം എന്നതിൻ്റെ പ്രതീകമായാണ് ക്ഷേത്രത്തിൻ്റെ 4 ദിക്കിലുമുള്ള വാതിലുകളെ കണക്കാക്കുന്നത്. അഞ്ചാമത്തെ സിഖ് ഗുരുവായ ഗുരു അർജൻ ദേവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 1764 പുതുക്കി പണിതതാണ് ഇന്ന് കാണുന്ന ഗുരുദ്വാര. സാധാരണ സിഖ് ഗുരുദ്വാരകളിൽ കാണുന്നത് പോലെ കൂട്ടായ്മയോടെ നടത്തുന്ന വലിയ അടുക്കളയും അവിടെയുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ എത്ര പേർക്ക് വേണമെങ്കിലും സൗജന്യമായി ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാം. ദിവസവും 20,000 പേർക്ക് ഇവിടെ നിന്നും സൗജന്യ ഭക്ഷണം നൽകുന്നുണ്ട് എന്നാണ് കണക്ക്. വിശേഷ ദിവസങ്ങളിൽ അത് 1,00,000 കഴിയുമത്രേ. ഞങ്ങളും ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ക്ഷേത്രത്തിലെ പലയിടത്തും ക്യാമറ അനുവദിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം. 67 ചതുരശ്ര അടിയിൽ
2 നിലയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മുകൾ നില 400 കിലോ സ്വർണം കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. സിഖുകാരുടെ 4ാമത്തെ ഗുരുവായ ഗുരു രാംദാസ് ആണ് ഈ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന അമൃതസർ സ്ഥാപിച്ചതും ഇവിടെയുള്ള ഈ കുളം നിർമ്മിച്ചതും. വൈകുന്നേരമാണ് ക്ഷേത്രത്തിന് കൂടുതൽ ഭംഗി. പോക്കുവയിൽ ക്ഷേത്രത്തിൽ പതിക്കുന്ന കാഴ്ച മനോഹരമാണ്. ക്ഷേത്ര കാഴ്ചകൾ തീർന്നിട്ടില്ല. വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗോൾഡൻ ടെമ്പിളിലെയും ജാലിയൻ വാലാബാഗിലെയും വാഗാ ബോർഡറിലെയും കാഴ്ചകൾക്കായി കാത്തിരിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ദയവേത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ദയവേത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.